വന്ദനങ്ങൾ മാനസേ വന്നിടും നേരവും തളരാതെ എന്നെ നീ കാത്തിടണേ. യേശുനാഥൻ്റെ അനുകമ്പയ്ക്ക് പാത്രീഭവിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ വിധവയുടെ ഏകമകനെ പുനർജീവിപ്പിക്കുന്നു. ഒന്നാമതായി അനുകമ്പയാണ്. കർത്താവായ യേശുനാഥൻ ഏറ്റവും വേദന അനുഭവിക്കുന്നവരെ നോക്കുമ്പോൾ അനുകമ്പയോടുകൂടി നോക്കുന്നു. അനുകമ്പ എന്നത് ജീവൻ ഇല്ലാത്തിടത്ത് ജീവൻ നൽകുന്നതാണ്. അന്നം ഇല്ലാത്തിടത്ത് അന്നം നൽകുന്നതാണ്. നീതി ഇല്ലാത്തിടത്ത് നീതി നൽകുന്നതാണ്. അത് ദൈവീകമാണ്. അതുകൊണ്ട് യേശുനാഥൻ്റെ അനുകമ്പയ്ക്ക് അവളുടെ ഏറ്റവും വലിയ വേദനയായ മകൻ്റെ വിയോഗം പാത്രീഭവിക്കുന്നു. 2 പ്രതീക്ഷയാണ്. യേശുനാഥൻ ആ അനുകമ്പയിൽ നിന്നും അവൾക്ക് പ്രതീക്ഷ നൽകുകയാണ്. വിധവയോടുള്ള യേശുവിൻ്റെ വാക്കുകൾ അത് വൈകാരികമായ വലിയ അടുപ്പം സൂചിപ്പിക്കുന്നതാണ്. കരയരുത്, നിന്റെ കരച്ചിൽ എന്നെ വേദനിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് കർത്താവ് പറയുന്നത് കരയരുത്. ഏകാന്തതയോ വിയോഗമോ അനുഭവിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പ്രത്യാശയുടെ ഏറ്റവും സുന്ദരമായ വാക്കും ഇതുതന്നെയാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ളിലെ ദൈവ അനുകമ്പയുടെ സ്വരം നാം കേൾക്കേണ്ടതുണ്ട്. അത് പ്രതീക്ഷയുടെ സ്വരമാണ്, പ്രത്യാശയുടെ വിശ്വാസഭാവമാണ്. മൂന്നാമതായി ശാശ്വതമായ വീക്ഷണം. ദൈവം അനുകമ്പയുള്ളവനാണെന്നും വേദനയോ ദുഃഖമോ ഇല്ലാത്ത ഒരു ഭാവി കൊണ്ടുവരുമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ നിലവിലെ പോരാട്ടങ്ങളെ ശാശ്വതമായ ഒരു വീക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ ഈ ദൈവവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളിൽ ദൈവത്തിന് നമ്മോട് അനുകമ്പയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ അനുകമ്പ നമുക്ക് നിത്യജീവനും നിത്യസന്തോഷവും നൽകുന്നതിലേക്ക് ഉള്ളത് ആണ്. അത് ശാശ്വതമായ ഒരു ആശ്വാസമാണ്, ശാശ്വതമായ ഒരു സന്തോഷമാണ്, ശാശ്വതമായ ഒരു അനുഗ്രഹമാണ്, സമ്മാനമാണ്. അതുകൊണ്ട് ദുഃഖങ്ങളുടെ ഉള്ളിലുള്ള ശാശ്വതമായ തലത്തെ നാം കാണേണ്ടതുണ്ട്. 4 സമൂഹമാണ്. നമ്മുടെ ദുഃഖങ്ങളിലും വേദനകളിലും ഒരു സമൂഹം നമ്മോട് കൂടെയുണ്ട്. അങ്ങനെ സമൂഹത്തോടു കൂടെയുള്ള നമ്മളെ ക്രിസ്തുനാഥൻ അനുകമ്പയോടുകൂടി നോക്കുന്നു. നാം ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും നമ്മുടെ പോരാട്ടങ്ങളിൽ മറ്റുള്ളവർക്ക് നമ്മെ പിന്തുണയ്ക്കാൻ കഴിയുമെന്നും ഇവിടെ വചനം നമ്മെ സൂചിപ്പിക്കുകയാണ്. നമ്മോട് ചേർന്ന് നിൽക്കുന്നവർ നമുക്ക് ദൈവ അനുകമ്പ വാങ്ങിത്തരുവാൻ ശേഷിയുള്ളവരും ആണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബ കൂട്ടായ്മകളിൽ, പ്രാർത്ഥനാ യോഗങ്ങളിൽ ഒക്കെ നാം പോകേണ്ടതിൻ്റെ ആവശ്യകത ഇതാണ്. ദൈവം നമ്മിലേക്ക് പ്രവർത്തിക്കുവാൻ നമ്മുടെ ചുറ്റുമുള്ളവർ കാരണമാകും എന്നതാണ് സത്യം. ഇവിടെ വിധവയുടെ ഏകമകനെ ഒരു സമൂഹമാണ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. 5-മതായി കർത്താവ് പറയും, ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും നാഥനാണ്. കർത്താവായ യേശുനാഥൻ മരണത്തിൻ്റെയും ജീവൻ്റെയും നാഥനാണ്. കർത്താവായ യേശുനാഥൻ അതുകൊണ്ടാണ് മരണത്തിൽ നിന്നും ആ മകനെ പുനർജീവിപ്പിക്കുന്നത്. ജീവനുള്ളതിൻ്റെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ വീണ്ടും ജീവൻ നൽകുവാൻ സാധിക്കുന്നത് ജീവൻ്റെ നാഥന് മാത്രമാണ്. അതാണ് കർത്താവായ യേശുനാഥൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒടുവിലായി ദൈവത്തിൻ്റെ പ്രവൃത്തി മനുഷ്യരുടെ ചിന്തകൾക്കും കണക്ക് കൂട്ടലുകൾക്കും അതീതമാണ്. അത് വലിയ അനുകമ്പയുടെ, കരുണയുടെ, സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ, പുനർജീവൻ നൽകുന്ന പുനർജനി അനുഭവത്തിൻ്റെ, നിത്യതയുടെ ഒക്കെയാണ്. കർത്താവായ യേശുനാഥനോട് ചേർന്നിരിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള സർവ്വദുഃഖങ്ങൾക്കും സർവ്വവേദനകൾക്കും സർവ്വസമസ്യകൾക്കും ഉത്തരം നമുക്ക് ലഭിക്കും. യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ നിർജീവ തലങ്ങളെ ജീവനുള്ളതാക്കി തീർക്കാം. നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും ഒരു പുനർജനി നൽകുവാൻ തക്കവണ്ണം
നമുക്ക് എല്ലാവർക്കും വേണ്ടി ക്രിസ്തുവിൽ നിലകൊള്ളാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും മറന്നിടണേ എൻ്റെ കരുണാമയ. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും മറന്നിടണേ എൻ്റെ കരുണാമയ. പാപത്തിൻ ആഴിയിൽ വീഴാതെ എന്നുമേ കാത്തിടണേ എൻ്റെ കാരുണ്യമേ. കാത്തിടണേ എൻ്റെ കാരുണ്യമേ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കദനങ്ങൾ മാനസേ വന്നിടും നേരവും തളരാതെ എന്നെ നീ കാത്തിടണേ. കദനങ്ങൾ മാനസേ വന്നിടും നേരവും തളരാതെ എന്നെ നീ കാത്തിടണേ. കനിവിൻ്റെ ചാലുകൾ ഹൃദയത്തിനുള്ളിലായി തീർത്തിടണേ എൻ്റെ സ്നേഹനാഥ. തീർത്തിടണേ എൻ്റെ സ്നേഹനാഥ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ. പാപിയാണെങ്കിലും അലിവു തോന്നണമേ.